വർഗീയതയെ നമ്മൾ വിമർശിക്കുമ്പോൾ ഈ പ്രയോഗം വാക്കുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അലക്ഷ്യമായി നമ്മൾ വാക്കുകൾ പ്രയോഗിച്ചുകൂടാ, സൂക്ഷ്മത വേണം. അപ്പോൾ ഇത് ഹിന്ദുത്വ വർഗീയതയെന്ന് നമ്മൾ പറയുന്നതിന് ചരിത്രപരവും യുക്തിഭദ്രവുമായ ഒരു അടിത്തറയുണ്ട്. അത് നമ്മൾ അറിയണം. സവർക്കറുടെ പ്രയോഗമുണ്ട്. എന്താണ് ഹിന്ദുത്വം എന്ന് നിർവചിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഈ ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ കേൾക്കുന്ന പാവപ്പെട്ട പലരും ഈ ഹിന്ദുത്വ എന്ന് സവർക്കർ എഴുതിയിട്ടുണ്ടെന്നുള്ളതോ അതിനെ ഇത് തന്നെ വേറൊന്നിന് ചില സന്ദർഭത്തിൽ നവ ഉദാരവൽക്കരണത്തെ എതിർക്കുക എന്ന് പറയുമ്പോൾ ഈ ന്യൂ ലിബറലിസത്തിനൊരു ചരിത്രമുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. കേൾക്കുന്നവർക്ക് തോന്നും ഇതെന്തോ നല്ല കാര്യമല്ലേ, നവ ഉദാരവൽക്കരണം, പുതുത് എന്ന് പറയുന്നത് തന്നെ കൊള്ളാം. ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ചെല്ലു പറയാ ബേബി കമ്മ്യൂണിസ്റ്റ് CPM ഒക്കെയാണ്, എന്നാലും വളരെ ഉദാരമനസ്കരാണ് നമ്മളൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ച് ക്ഷമയോടുകൂടി കേൾക്കുക ചെയ്യുന്നുണ്ട് എന്ന്. ക്ഷമയോടുകൂടി കേൾക്കുന്നവരാണ് എല്ലാവരും. എന്നാലും ഞാൻ എന്നെ ഒന്ന് പൊഴുത്താൻ വേണ്ടി ഈ സന്ദർഭം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഉദാരം എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഉദാര മനസ്ഥിതി, നമ്മൾ സംഭാവന പിരിക്കാൻ പോകുമ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്ന ഉദാരമായി സംഭാവന ചെയ്യുക എന്നാണ്, അല്ലേ? പ്ലക്കാർഡ് പിടിച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പം ഈ പ്രയോഗം സഖാവ് അജയ്കുമാർ പറഞ്ഞത് വളരെ ശരിയാണ്. വ്യക്തമായി സാധാരണക്കാർക്ക് അക്കാദമിക്കായി ഹിന്ദുത്വ എന്ന പദപ്രയോഗം അതേ ഉപയോഗിക്കുകയുള്ളൂ. നമ്മുടെ ലേഖനങ്ങളിലും ഒക്കെ പാണ്ഡിത്യ പ്രകടനത്തിന്റെ ഭാഗമായി. പിന്നെ ഇത് യഥാർത്ഥത്തിൽ ഞാൻ ഓർക്കുന്നു, ഇന്നേക്ക് 26 വർഷം മുമ്പ് നമ്മൾ തിരുവനന്തപുരം AKG ഹാളിൽ വെച്ച് പാർട്ടി പരിപാടി കാലോചിതമാക്കാൻ നമ്മൾ ഒത്തുകൂടിയ സന്ദർഭത്തിലും ഇത് പിന്നെ ഹിന്ദുത്വയും ഹിന്ദുയിസവും തമ്മിലുള്ള വ്യത്യാസം എന്ന വിധത്തിൽ ചിലർ വിശദീകരിക്കുന്നുണ്ട്. വർഗീയ RSS പ്രൊജക്റ്റാണ് ഹിന്ദുത്വം. ഹിന്ദുയിസം എന്ന് പറയുന്നത് അതിൻ്റെ വ്യത്യസ്തമായ ഹിന്ദുമത വിശ്വാസികൾ എന്നുള്ള വിധത്തിലുള്ള ആചാര രീതികളാണ്. എന്തായാലും ഇത് നമ്മൾ കരുതലോടുകൂടി നമ്മുടെ സംഭാഷണങ്ങളിലും അതുപോലെ ലേഖനങ്ങളിലും രചനകളിലും എല്ലാം ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തണം.